കെ.ജെ. ഷൈനെയും കെ.എൻ. ഉണ്ണികൃഷ്ണനെയും ചേർത്തുള്ള വിവാദത്തിന് പിന്നിൽ CPM എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. MLA-യുടെ വരികൾക്കിടയിൽ തന്നെ ഉത്തരവുണ്ട്. ഈ സംഭവം പുറത്തുവന്നത് എവിടെ നിന്നാണെന്ന് CPM പരിശോധിക്കട്ടെ എന്നും ഇതുപോലത്തെ കേസുണ്ടായാൽ എന്തിനാണ് എന്റെ നെഞ്ചത്ത് കയറുന്നതെന്നും സതീശൻ ചോദിച്ചു. ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറണം എന്തിനാ? ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. കോൺഗ്രസ് ഹാൻഡിലൊക്കെ ഉണ്ടാവും. കാരണം കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് അവർ വ്യാപകമായ പ്രചരണം CPM ഹാൻഡിൽ നടത്തിയപ്പോൾ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് CPM ഹാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായില്ലല്ലോ. വ്യാപകമായി ചെയ്തു. ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ്. കോൺഗ്രസ് ആയിട്ട് അനുഭാവികളോട് പോലും പറഞ്ഞ ആളാണ് അങ്ങനെ ചെയ്യരുത്. എത്ര ദിവസം മുമ്പ് നടന്ന സംഭവം എന്നാണ് ആക്ഷേപം. അതിൻ്റെ ഇടയിൽ വാർത്ത വന്നല്ലോ, പത്രത്തിൽ വാർത്ത വന്നല്ലോ, യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇത് അറിയുന്നത്? ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കി, എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയണ യൂട്യൂബ് ചാനലിലാണ്. ആകെ ഈ ആഴ്ച മാത്രം മാറി പറയില്ല, ബാക്കി എല്ലാ ആഴ്ചയും എനിക്കെതിരെ പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. കട്ടിലിന്റെ അടിയിൽ CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച പാർട്ടിയാണ് CPM. എറണാകുളത്തെ CPM സൂക്ഷിച്ചോ, എന്തും ചെയ്യും അവര്. ഇന്ന് അതുകൊണ്ട് പുറത്തു വന്ന നമ്മളാരും ഇത് അന്വേഷിച്ച് നടക്കുന്ന ആളല്ല. ഇനി ഇത് അന്വേഷിച്ച് ഞങ്ങളെന്തിനാ ഇത് പറയണം? ഞങ്ങളുടെ ജോലിയല്ലല്ലോ ഇത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൈസൈലാദ്യനും അഹമ്മദ് മുസ്തഫയും ചേരുന്നുണ്ട്. ആദ്യം മുസ്തഫയിലേക്ക്. മുസ്തഫ, നിലപാടിൽ ഉറച്ച് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ? നിയമപരമായി ഇതിനെ നേരിടുമെന്ന് രാവിലെ നമ്മളോട് പറഞ്ഞതാണ്. ആ രീതി തുടരുകയാണോ? ഷൈൻ ടീച്ചറിനെതിരെയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. CPM-നുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നൽകിയിരുന്ന കെ.ജെ. ഷൈൻ നൽകിയിരുന്ന പരാതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്? നിലവിൽ ഒരു ബോംബ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളാണ്. അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് ആരാണ്, ആ ആൾക്ക് കൂടി ഈ വിഷയം ഒക്കെ അറിയാം, അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് കെ.ജെ. ഷൈൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ ആകെ രത്ന ചുരുക്കം. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്കെതിരെ ഒരു ആരോപണം വരുന്നു, അതിന് പിന്നാലെ ഇത്തരത്തിലുള്ള ഒരു ബോംബ് ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണി വരുന്നു, അതിന് പിന്നാലെ ഈ ആരോപണം വരുന്നു. ഈ ബോംബ് വരും, അത് തനിക്കെതിരെയാണെന്ന് ഒരു അകന്ന ബന്ധു പറഞ്ഞപ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു രാഷ്ട്രീയ ആരോപണങ്ങളാണെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ഈ തരത്തിൽ വരുമെന്ന് ഒരു തരത്തിലും വിചാരിച്ചിരുന്നില്ല എന്നതുൾപ്പെടെ ഇപ്പോൾ കെ.ജെ. ഷൈൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട്. കെ.ജെ. ഷൈനും ഭർത്താവും ഒരുമിച്ചാണ് ഇന്ന് അവരുടെ വീട്ടിൽ മാധ്യമങ്ങളോട് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. അവരെടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഹാൻഡിലുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ രാഷ്ട്രീയം നോക്കിയാൽ അറിയാം ആരാണ് ഈ വിഷയങ്ങൾക്ക് പിന്നിൽ. പ്രത്യേകിച്ച് ആദ്യമായി ഈ വിഷയം ഒരു മാസത്തിന് മുമ്പ് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ സൈബർ ഇടത്തിലാണ് ഈ വിഷയം ആദ്യം വരുന്നത്. അവരുൾപ്പെടെയുള്ള ആളുകളെ അവരുടെ ഹാൻഡിലുകൾ, അതോടൊപ്പം തന്നെ അത്തരം അക്കൗണ്ട് വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായി ഈ വിഷയം, പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു എന്നത് മാത്രമല്ല വിഷയം, പുരുഷനും അഭിമാനമുണ്ട്, പുരുഷനും അന്തസ്സുണ്ട്. അത്തരം വിഷയങ്ങൾ രണ്ടും ചേർത്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, മാത്രമല്ല ആരോപണ സ്ഥാനത്തുള്ള മറ്റൊരു MLA, അദ്ദേഹത്തിന് കുടുംബമുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതറ്റം വരെയും ഈ വിഷയവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ പ്രാദേശിക നേതാവിനോട് നമ്മൾ മീഡിയ വൺ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 1.5 മാസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ താൻ ഈ വിഷയം പങ്കുവച്ചിരുന്നു. പക്ഷെ അത് താൻ അഭിപ്രായമല്ല, സജീവമായ CPM രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഒരാളുടെ പക്കൽ നിന്ന് വളരെ രഹസ്യമായി ലഭിച്ച വിവരങ്ങളാണ്, തന്നോട് പങ്കുവച്ച വിവരങ്ങളാണ് താൻ കുറിച്ചത്. അപ്പോഴും ആ വ്യക്തിയുടെ വിവരങ്ങൾ പറയാൻ അദ്ദേഹം തയ്യാറല്ല. കാര്യം അദ്ദേഹത്തിനെതിരെയും ആക്രമണം ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് CK ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പറവൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. കൂടി ചേരുന്നുണ്ട്. സൈഫ, കോൺഗ്രസിന്റെ തന്നെ, അതായത് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നൊക്കെ തന്നെ ഇവർക്കെതിരെ, ഷൈനെതിരെ അപവാദ പ്രചരണം ഇല്ലെങ്കിൽ ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാഹചര്യത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിനോട് ആ ചോദ്യം ചോദിച്ചത്. പക്ഷേ എങ്ങനെയാണ് ചോദ്യങ്ങളോട് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നത്? ഈ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലാണ് ഷൈൻ ടീച്ചർ താമസിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഉന്നമിട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ ഷൈൻ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ CPM സൈബർ ഹാൻഡിലുകളിൽ അങ്ങനെ ചില
വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തെ മറികടക്കാൻ വേണ്ടി അപവാദ പ്രചരണം നടത്തുന്നു എന്നാണ് CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിൽ ഇത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം, യുവ നേതാക്കന്മാരടക്കം ഈ വിഷയം എഴുതുന്നുണ്ട്. ഇപ്പോൾ BRM ഷഫീർ ആയാലും മാക്കുറ്റി ആയാലും അടക്കമുള്ള നേതാക്കൾ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എഴുതിയിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ മറികടക്കാൻ വേണ്ടിയാണെന്ന് CPM നേതാക്കൾ പറയുന്നു. ഇതിന് പ്രതിപക്ഷ നേതാവ് കാണുന്നത് പക്ഷേ രാഷ്ട്രീയമായിട്ടാണ്. ഇതിന് പിന്നിൽ ഞങ്ങളല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എഴുതുന്നുണ്ടാകാം, പക്ഷേ അത് പുറത്തു വന്നത് ഏത് വഴിയാണ്, എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് CPM തന്നെ അന്വേഷിക്കണം. CPM-നുള്ളിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയം ഇങ്ങനെ പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇത് പുറത്തു വരുന്നു എന്ന വാചകമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. അത് ഉള്ളതാണോ ഇല്ലതാണോ എന്നൊന്നും അതിനകത്ത് ആ വാചകത്തിനിടയിലൂടെ നമുക്ക് വായിച്ചെടുത്താൽ മനസ്സിലാകും. ഈ പുറത്തു വരാനിടയായ സാഹചര്യം എങ്ങനെയാണെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇത് ജില്ലാ സെക്രട്ടറി നേരത്തെ എറണാകുളത്ത് ഉണ്ടായിരുന്ന CPM-നെ ആകെ പിടിച്ചു കുലിക്കുക ഒളിക്യാമറ വിവാദമുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിനടിയിൽ ഓഫീസിൽ ക്യാമറ വെച്ചതുമായി ബന്ധപ്പെട്ട് CPM-കാർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് CPM-നുള്ളിലെ വിഭാഗീയതയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ വിവാദമുണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞ് CPM-ന്റെ തലയിലേക്ക് ഈ വിഷയം വെക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടുള്ളത്. CPM നേതാക്കളാണെങ്കിൽ ഈ വിഷയത്തിൽ അങ്ങനെ പ്രതികരിച്ചിട്ടില്ല. CPM-ന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ആരോപണം ഉന്നയിക്കപ്പെട്ട ആരോപണ വിധേയരായി എന്ന് പറയപ്പെടുന്ന ഷൈൻ ടീച്ചറും അതുപോലെ തന്നെ ഈ MLA അടക്കമുള്ളവരാണ് ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ CPM-ന്റെ പ്രതികരണം ആ വിഷയത്തിൽ വരും സമയങ്ങളിൽ ഉണ്ടായേക്കാം തന്നെ. ശരി.